തൃശ്ശൂരിൽ സാനുവിലേക്ക് പോവുകയാണ്. സാനു, ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിടുന്നു. എങ്ങനെയാണ് രാവിലത്തെ ആ ഒരു തിരക്കൊക്കെ ഇപ്പോഴും തുടരുകയാണോ? ഈ ഓഫീസ് സമയത്തിലേക്കൊക്കെ കടക്കുകയാണല്ലോ. എന്താണ് അവിടുത്തെ ഒരു കാഴ്ചകളും അവരുടെ പ്രതികരണങ്ങളും ഒക്കെ? കേരളവർമ്മ കോളേജിൻ്റെ ബൂത്ത് നമ്പർ 188-ലാണുള്ളത്. രാവിലെ നമ്മൾ പറഞ്ഞ സമയത്ത് എങ്ങനെയായിരുന്നു ആ ഒരു തിരക്കുണ്ടായിരുന്നു, അതിന് സമാനമായിട്ടുള്ള തിരക്ക് ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് പറയാൻ പറ്റുക. കാരണം ഈ കോളേജിൻ്റെ ഇവിടെ 3 ബൂത്തുകളാണുള്ളത്. ആ 3 ബൂത്തുകളിലും നമ്മൾ രാവിലെ പുലർച്ചെ 5:45 ഇവിടെ എത്തിയതാണ്. ആ സമയത്ത് മുതൽ, അതായത് മോക്ക് പോളിംഗ് നടക്കുന്ന വേളയിൽ മുതൽ ഈ ബൂത്തുകൾക്ക് മുന്നിൽ സമ്മതിദാന അവകാശം നിറവേറ്റുന്നതിന് വേണ്ടി ജനങ്ങൾ ക്യൂ നിന്നിരുന്നു. അതേ രീതിയിൽ തന്നെ ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അല്പം മുമ്പ് നീണ്ട വരിയായിരുന്നെങ്കിൽ ഇതിൽ അല്പം ശമനം ഉണ്ടായിട്ടുണ്ടതിൻ്റെ അപ്പുറം മറ്റൊന്നും ഒരു മാറ്റവുമില്ല. കാരണം ഇവിടെ എങ്ങനെയായിരുന്നോ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏതൊക്കെ വിഷയങ്ങളാണോ ചർച്ച ചെയ്തത്, എത്രത്തോളം ആവേശകരമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം, അതിന് സമാനമായിട്ടുള്ള നിലയിലുള്ള വോട്ടിങ്ങും നടക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനം തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ വോട്ട് അവരുടെ സമ്മതിദാന അവകാശം നിറവേറ്റുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭാഗമാണെങ്കിൽ ഇതിനപ്പുറം പഞ്ചായത്തുകളുണ്ട്, 86 പഞ്ചായത്തുകളുണ്ട്, അതേപോലെ തന്നെ 7 നഗരസഭകളുണ്ട്. ഇവിടെയെല്ലാം സമാന നിലയിലുള്ള ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ പ്രദേശങ്ങളിലും സമാനമായിട്ടുള്ള ക്യൂ ഉണ്ട്. വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കാലെ കൂട്ടി തന്നെ ആളുകൾ എത്തുന്നു. അതായത് പുതിയ വോട്ടർമാരടക്കം രാവിലെ വന്ന് അവരുടെ സമ്മതിദാന അവകാശം നിറവേറ്റുന്നതിന് വേണ്ടി പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഈ സമയം വരെ 5.13% പോളിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതായത് 1,41,360 പേർ ഇതിനോടകം തന്നെ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയും വരുന്ന മണിക്കൂറുകളിലും സമാന നിലയിൽ തന്നെ ക്യൂ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എല്ലാ പ്രദേശങ്ങളിലും സാനുവിലേക്ക് തന്നെ മടങ്ങിയെത്താം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ 2ാം ഘട്ടം, അതായത് അന്തിമഘട്ടം പുരോഗമിക്കുകയാണ്. മികച്ച പോളിംഗ് തുടക്കത്തിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും തൃശ്ശൂർ കേരളവർമ്മയിൽ വലിയ തിരക്ക്, അത് ആദ്യ മണിക്കൂറിൽ കണ്ട അതേ തിരക്ക് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് സാനു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.